ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. ഓഫീസിലെ സകല പേരും അറിഞ്ഞു. സാറാകൻ നാറിയിരിക്കുക. ഇപ്പൊ ഏതാണ്ട് തമിഴ് സിനിമയുടെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് പുള്ളി ഇങ്ങനെ എല്ലാരോടും മറ്റേ കുനിഞ്ഞ് മതി പറയല്ലേ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ശരിക്കും പറഞ്ഞാൽ കുനിഞ്ഞു പുള്ളി മൂക്ക് മുട്ടിക്കണില്ലെന്നേ ഉള്ളൂ. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കാല് തൊട്ടാ പുള്ളി മറ്റേ എല്ലാം ഞങ്ങളെ വളരെ നന്നായി നോക്കിയിട്ടുള്ള മറ്റേ ആൾക്ക് മറിച്ച ആൾക്ക് മണ്ണാങ്കട്ട ആൾക്ക് ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് പരിഹസിക്കുന്നതിനൊക്കെ അതിരില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? വെറും അഭ്യാസമാണ്. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിൽ ഓവർ വിനയം കാണിക്കുന്നവനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അവനൊക്കെ ഭൂലോക തരികിടിയിരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി മറ്റേ തിരിഞ്ഞങ്ങാട് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കൊച്ചി കനീപ മറ്റേ പഞ്ചാബി ഹൗസിൽ ചെയ്ത പോലെ ആയിരിക്കും പുള്ളി പോണത്. അത് പിന്നെ എന്തൊക്കെ വേഷം കെട്ടാണെന്നാൽ ഇതൊക്കെ എന്തെങ്കിലും ഒരിക്കലും ഇതൊക്കെ പൊളിഞ്ഞു വീഴുമെന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയാൽ കൊള്ളാം. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? പിന്നെ പുള്ളിയുടെ അടുത്തൊരു വിറ്റ് കൂടി ഇട്ടു. അതും കൂടി അത് കേട്ടപ്പോ ഒന്നേ മുതൽ എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇത് കഴിഞ്ഞില്ലേ? അതെന്താന്നറിയാം, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു 5-10 മിനിറ്റ് എടുത്ത് ഞാൻ വന്ന വഴികളെ കുറിച്ചും കഴിഞ്ഞ നാളുകളെ കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കിടക്കും. നീ ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. എന്റെ പൊന്നു പ്രജിത, നമ്മളൊക്കെ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പരിചയമൊക്കെ ആയപ്പോ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴല്ല പുള്ളിയൊക്കെ എങ്ങനെ കിടക്കണേന്ന് അറിയാമോ? ഞാൻ പുള്ളിയോട് പറയാനുള്ളത്, എനിക്ക് ജയറാമിനോട് വളരെ ഇഷ്ടമാണ്. എനിക്ക് അതായത് പറയാനുള്ളത്, ഒരു അരമണിക്കൂർ താങ്കളായിട്ട് നിൽക്കുന്ന സമയം ഒരു ദിവസം എന്ത് ചെയ്യണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ആകെ മാറിപ്പോകും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇത് നമ്മളാരാണ് മറ്റവരാരാണെന്നൊക്കെ എന്ത് ചെയ്യൂല. CID പണി ഒപ്പിച്ചു, കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.